ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേതിയാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അത് നല്ല സ്പൈസിയായ നല്ല ക്രിസ്പിയായ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്, 6-7 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോൺസ് ഉള്ള പീസ് നോക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ലെഗ് പീസൊക്കെ ആണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കുക ഒരു കത്തി ഉപയോഗിച്ച്. അപ്പോൾ ഇങ്ങനെ വരഞ്ഞാൽ നമ്മളുടെ മസാലയൊക്കെ ഈ കഷ്ണങ്ങളിൽ നന്നായി പിടിക്കും കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാ പീസും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. അത് 1 സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് നാരങ്ങ 1 സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി, ക്യാമറ ഓഫായിരുന്നു. അപ്പം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1-1.5 സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുക്കറിൽ വേവിക്കുന്നതിന് പകരം നമ്മൾ ചിക്കൻ പീസ് കുറച്ച് വെള്ളം ഒഴിച്ച് അല്ലാതെ വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുക്കറിലിട്ട് നമുക്ക് 1 വിസിൽ കേട്ട് ഫുൾ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ വെന്ത് വരും. നമ്മുടെ ചിക്കൻ അവിടെ 1 വിസിലൊക്കെ കേട്ടിട്ട് ഞാൻ പ്രഷർ പോകാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ബൗളിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി ചതച്ചതാണ് ഞാൻ ചേർത്തത്. അപ്പോൾ 1 സ്പൂണാണ് കേട്ടോ ഞാൻ അത് ചേർത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, ഞാൻ 1 പച്ചമുളകാണ് എടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ 2 സ്പൂൺ മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ആവശ്യം കോൺഫ്ലോർ ആണ്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലത്. അപ്പോൾ ഞാനിവിടെ 1.5 സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി, കാരണം നമ്മൾ നേരത്തെ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കളറായി പോകില്ല. അപ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് ഞാൻ നല്ല തരിയായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ, നല്ല ഫൈൻ പൗഡറല്ല, കുറച്ച് തരിയായിട്ട് പൊടിച്ചതാണ് ചേർത്തത്. പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യം ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഈ കൂട്ടിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഗരം മസാലയാണ് കേട്ടോ ഞാൻ ചേർത്തത്. 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു നാരങ്ങയുടെ പകുതിയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് ലൂസ് പരുവത്തിൽ നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായി അടിച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ, മുട്ടയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായി ഇതൊന്ന് നമുക്ക് അടിച്ച് പതപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് കുറവ് പോലെ തോന്നി നമ്മളുടെ മസാലയ്ക്ക്, കളറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ ചിക്കൻ. കുക്കറിൽ നിന്ന് ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ നമുക്ക് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ, കാരണം ചിക്കൻ ഓൾറെഡി വെന്ത് വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കൈ കൊണ്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് പെട്ടെന്ന്
കുക്കായി വരും കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കനാണല്ലോ. അപ്പോൾ ഇതൊന്ന് ക്രിസ്പായി വരുമ്പോഴേക്കും നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. കണ്ടോ, ഞാനിതിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടി നന്നായി മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനെടുത്ത ആ ഒരു മസാല ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് വെറുതെ കളയണ്ട കേട്ടോ. കാരണം നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.